ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ അണിയറ പ്രവർത്തകർ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം അതിലേക്ക്. എന്താണ് കാരണം എന്ന് അത് വ്യക്തമാക്കിയിട്ടില്ല. ഈ ചിത്രത്തിൻ്റെ ടൈറ്റിൽ ജാനകി എന്ന ടൈറ്റിൽ മാറ്റണം എന്നും, ടൈറ്റിൽ മാത്രമല്ല ചിത്രത്തിൽ മുഴുനീളം യൂസ് ചെയ്യുന്ന ജാനകി എന്ന കഥാപാത്രത്തിൻ്റെ പേര് മാറ്റണം എന്നും ഞങ്ങളെ അറിയിക്കുകയും ചെയ്തു. അതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമല്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ഒരു ഷോക്കോസ് നോട്ടീസ് പോലും തന്നിട്ടില്ല. ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയും എത്രയും പെട്ടെന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകുകയോ അല്ലെങ്കിൽ ഷോക്കോസ് നോട്ടീസ് തരികയോ ചെയ്യുക എന്ന് ഞങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രസ് മീറ്റിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് 4:35 ആയപ്പോൾ റീജിയണൽ സെൻസർ ഓഫീസർ ഞങ്ങളെ വിളിക്കുകയും അവർ ഒരു പ്രിവ്യൂ കമ്മിറ്റി ഈ വ്യാഴാഴ്ച മുംബൈയിൽ ഈ ചിത്രം ഒന്നുകൂടെ കാണാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതുമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു വിവരം. ഇതാണ് ഇതിൻ്റെ സെൻസർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാഥാർത്ഥ്യം എന്നത്. വ്യാഴാഴ്ച ഈ സിനിമയുടെ റിലീസുമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് സെൻസർ കമ്മിറ്റിയെ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. ഇതുവരെ ഷോക്കോസ് നോട്ടീസ് തരാൻ തയ്യാറായില്ല. ആ ഒരു ഘട്ടത്തിൽ വേറെ വഴികളൊന്നും ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. നമ്മൾ ലീഗൽ ഇത് ഹാൻഡിൽ ചെയ്യുന്നത് അഡ്വക്കേറ്റ് ബിരാൻ MP ആണ്, ഹാരിസ് ബിരാൻ. അപ്പോൾ ഈ സിനിമയുടെ കാര്യവുമായി ഈ റിലീസ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഇവരോട് സംസാരിക്കുമ്പോൾ, ഈ കമ്മിറ്റിയായി സംസാരിക്കുമ്പോൾ അവർ കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ തരുന്നില്ല നമുക്ക്. നിങ്ങളതിൻ്റെ പേര് മാറ്റണം, ക്യാരക്ടർ മാറ്റണം എന്ന് പറയുന്നതല്ലാതെ അതിനെന്താണ് റീസൺ? നമ്മൾ ഒരുപാട് ആലോചിച്ച് നോക്കി ആ പടത്തിൽ അങ്ങനെ ഒരു ദേശവിരുദ്ധതയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സോഷ്യൽ ഈവളായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊരു തരത്തിലും ബോധ്യമാവുന്നില്ല. പിന്നെ ഈ പടം പേര് മാറ്റുക അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടർ മാറ്റുക എന്ന് പറയുമ്പോൾ ഇത് ഓൾമോസ്റ്റ് എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ട് റിലീസിങ്ങിന് റെഡിയായി നിൽക്കുന്നൊരു സമയത്ത് ഇതിൽ പല സ്ഥലങ്ങളിലും നമ്മൾ ക്യാരക്ടറിൻ്റെ പേര് എല്ലാ ക്യാരക്ടർമാരും കൂടെ ഉച്ചരിക്കുന്നുണ്ട്. കാരണം സിനിമയുടെ കാതലായിട്ടുള്ള സ്റ്റോറി എന്ന് പറയുമ്പോൾ തന്നെ അതൊരു കോർട്ട് റൂം ഡ്രാമയാണ്. അപ്പോൾ അതിനകത്ത് ആർഗ്യുമെൻ്റ് ഉണ്ടാവും. അപ്പോൾ അന്യോന്യം എല്ലാ കൗൺസിലുകളും അതുപോലെ തന്നെ മറ്റുള്ള ക്യാരക്ടറുകളൊക്കെ ഇവർ പേര് പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോടതി രേഖകൾ അതിലൊക്കെ ഇത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതൊക്കെ മുഴുവൻ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ അണിയറ പ്രവർത്തകർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. എത്രയും പെട്ടെന്ന് ഷോക്കോസ് നോട്ടീസോ അല്ലെങ്കിൽ സെൻസർ സർട്ടിഫിക്കറ്റോ നൽകണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരുന്നത്. ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നവർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു അതിനുശേഷം.